ഹായ് മക്കളെ, ക്ലാസ് 11 ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി അഗ്നി ബാച്ചിലെ ആപ്പ് ലൈവിൽ എടുത്തു കഴിഞ്ഞതാണ് അല്ലേ. സോ ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ്, വളരെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാവുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു ലിവിങ് വേൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. സുവോളജിയിലെയും അല്ലെങ്കിൽ ബയോളജിയിലെ തന്നെ ആദ്യത്തെ ചാപ്റ്റർ. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മളുടെ തിയറി എല്ലാം പഠിച്ചു തീർത്തു. ഇനി നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്താലോ. പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങളും ആൻസേഴ്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. റൈറ്റ് ദ ടാക്സോണമിക്കൽ ഹയറാർക്കി ഇൻ ദി അസെൻഡിങ് ഓർഡർ. അപ്പോൾ ടാക്സോണമിക്കൽ ഹയറാർക്കി ഒക്കെ നമുക്ക് എല്ലാം കൃത്യമായിട്ട് നമ്മൾ പഠിച്ചതാണ് അല്ലേ, അതിൻ്റെ കോഡൊക്കെ വെച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ ഇനി നമുക്ക് അതിൻ്റെ അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് ക്വസ്റ്റ്യൻ. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ അറിയാം, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പോൾ ഏറ്റവും ചെറുത് എന്ന് പറയുന്ന സ്പീഷീസ് ആണ് അല്ലേ. സ്പീഷീസുകൾ ചേരുമ്പോൾ എന്തായി, ജീനസ് ആയി. ജീനസുകൾ ചേരുമ്പോഴോ ഫാമിലിയായി. ഫാമിലികൾ ചേർന്നുണ്ടാകുന്നതാണ് ഓർഡർ. ഓർഡറുകൾ ചേർന്നാണ് വലിയ ക്ലാസ്സിലേക്ക് അത് നീങ്ങുന്നത്. ക്ലാസ്സുകൾ ചേരുമ്പോൾ ഫൈലം ഓർ ഡിവിഷൻ. ഫൈലം എന്ന് പറയുന്നത് സുവോളജിയിൽ ഉപയോഗിക്കുന്നതും ഡിവിഷൻ ബോട്ടണിയിലെ ടേമുമാണ് അല്ലേ. ഇനി ഇവ ചേരുമ്പോൾ, അതായത് ഫൈലം ഓർ ഡിവിഷൻസ് ചേർന്നാണ് വലിയ കിങ്ഡം ആയിട്ട് മാറുന്നത്. സോ ഇതാണ് ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഈ ഓർഡർ കൃത്യമായി ആരോ മാർക്ക്, നമ്മൾ പറഞ്ഞ ഓർഡർ തന്നെ ആരോ മാർക്ക് ഇട്ട് നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് ഹൗസ് ഫ്ലൈ? ഹൗസ് ഫ്ലൈയുടെ സയന്റിഫിക് നെയിം എന്ത് എന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഹൗസ് ഫ്ലൈ, ആ പേര് തന്നെ ഉണ്ട് അല്ലെ, ഹൗസ്. അതെ, ഡൊമസ്റ്റിക് എന്ന് വരുന്ന മസ്ക ഡൊമസ്റ്റിക്ക, അതാണ് ഹൗസ് ഫ്ലൈയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാനൊരു സെന്റൻസ് പറയും, ആ സെന്റൻസ് ട്രൂ ഓർ ഫോൾസ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. സെന്റൻസ് ഇങ്ങനെയാണ്: The scientific name should be right in Latin language irrespective of their origin. അതായത് നമ്മൾ സയന്റിഫിക് നെയിം എഴുതുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്ന് എടുത്ത വാക്കുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആ വേർഡ് എവിടെ നിന്ന് വന്നതായാലും ലാറ്റിൻ ഓർ ലാറ്റിനൈസ്ഡ് ആയിട്ടുള്ളതായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ സെന്റൻസ് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദ്യം. ദിസ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ബിക്കോസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ലാറ്റിൻ ഓർ ലാറ്റിനൈസ്ഡ് ആയിരിക്കണം സയന്റിഫിക് നെയിം എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇൻട്രൊഡ്യൂസ്ഡ് ബൈനോമിയൽ നോമൻക്ലേച്ചർ? ബൈനോമിയൽ നോമൻക്ലേച്ചർ നമ്മൾ സാധാരണഗതിയിൽ ശാസ്ത്രീയ നാമം അഥവാ സയന്റിഫിക് നെയിം എഴുതുന്ന സമയത്ത് രണ്ട് പേരുകൾ എഴുതുന്ന രീതിയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നത് ആര് എന്നാണ് ചോദ്യം. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യത്തെ ഒരു 3 ചാപ്റ്ററുകൾ കേട്ട് തഴമ്പിക്കുന്ന ഒരാളുടെ പേര് തന്നെയാണ് കാൾ ലിനേയസ്. അപ്പോൾ കാൾ ലിനേയസ് ആണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്ന സയന്റിഫിക് നെയിം എഴുതുന്ന രീതി കൊണ്ടുവന്നത്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫാമിലി നെയിം ഓഫ് വീറ്റ്. വീറ്റിന്റെ കുടുംബത്തിന്റെ പേര്, അതെ, ഫാമിലി നെയിം എന്തെന്നാണ് ചോദ്യം. നമുക്കറിയാം അത് വരുന്നത് പുൽവർഗത്തിലാണ്, അതുകൊണ്ട് തന്നെ ദ ഫാമിലി നെയിം ഈസ് പൊയേസി. സോ പൊയേസി എന്ന ഫാമിലിയിലാണ് വീറ്റ്, റൈസ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ അഗ്നി ബാച്ചിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ലൈവായിട്ടും റെക്കോർഡഡ് ആയിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ഡിസ്കഷൻ സെഷനിൽ വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.